ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും ചേർന്ന പലഹാരത്തിൽ വിഷം പുരട്ടുന്ന ആ ഞെട്ടിക്കുന്ന ക്രൂരത നേരിട്ട് കാണുന്ന മോഹിനി വല്ലാതാവുന്നു. അവർ ഉറങ്ങിയതിന് ശേഷം അടുക്കളയിലെത്തുന്ന മോഹിനി വിഷം പുരട്ടിയ ആ പലഹാരം അവിടെ നിന്ന് മാറ്റി പകരം നല്ല പലഹാരം ടീനിൽ ടച്ച് വയ്ക്കുകയും ചെയ്യുന്നു. ശേഷം കമലേശ്വരത്തെത്തിയ കണ്ണനോട് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നും മോഹിനി അവൾക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കുന്ന പലഹാരത്തിൽ കരുണയുടെ മുത്തശ്ശി വിഷം കലർത്തുന്നുണ്ട്, അതോടെ കുഞ്ഞില്ലാതാവുമെന്ന് ദുർഗ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് അതൊന്നും പുറത്ത് കാട്ടാതെ ഇനി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്, എന്നെ ചതിച്ചിട്ട് പോയവളോട് യാതൊരു ദയയും എനിക്കില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ നാളെ എൻ്റെ കുഞ്ഞ് പോയതുപോലെ അവൾക്കും കുഞ്ഞിനെ നഷ്ടപ്പെടും, അവൾ വാവിട്ട് നിലവിളിക്കുന്നതെല്ലാം നമുക്ക് നേരിട്ട് കാണാമെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ് കേട്ടോ കരുണ. ശേഷം ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് കൊണ്ട് എല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സേഫാക്കാൻ കഴിയുന്നുണ്ടെന്നും മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കണ്ണൻ മഹിയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതിൻ്റെ പ്രയോജനം തനിക്കിപ്പോൾ മനസ്സിലായല്ലോ, തൻ്റെ അമ്മ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാകും, അമ്മ കൊണ്ടുവരുന്ന പലഹാരം തനിക്കിനി ധൈര്യമായിട്ട് കഴിക്കാം, ഇനി അവിടെയുള്ള ബാക്കി പലഹാരം തൻ്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും കഴിക്കുകയാണെങ്കിൽ അവരതിൽ കലർത്തിയിട്ടുള്ള വിഷത്തിൻ്റെ വീര്യം അവർ തന്നെ അനുഭവിച്ചറിയുമെന്നും കണ്ണൻ പറയുമ്പോൾ അതേ കണ്ണേട്ടാ, അന്നും എന്നെ പായസത്തിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയപ്പോഴാണ് കരുണയുടെ കുഞ്ഞ് നഷ്ടമായത്, ഇത്തവണ അവർ ചെയ്തതിൻ്റെ ശിക്ഷ അവർക്ക് തന്നെ കിട്ടാൻ പോകുന്നു, ആ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അവർ തന്നെ അനുഭവിച്ചറിയട്ടെ, പിന്നെ അവർ ഇതിനൊന്നും നിൽക്കില്ല എന്ന് മഹി കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോഹിനി കണ്ണൻ പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. കരുണയ്ക്ക് കൊണ്ടുപോകാനായി വെച്ചിരിക്കുന്ന വിഷം പുരട്ടാത്ത പലഹാരം എടുത്ത് ടിന്നിൽ അടച്ചു വെക്കുകയും പകരം പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് വിഷം പുരട്ടിയ ആ പലഹാരം എടുത്ത് അവിടെ പാത്രത്തിൽ അടച്ചു വെക്കുകയും ചെയ്യുകയാണ് കേട്ടോ മോഹിനി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമലേശ്വരത്താണെങ്കിലും ദുർഗയും കരുണയും സ്വാതിയും എല്ലാം സന്തോഷം കൊണ്ട് മതിമറന്നിരിക്കുകയാണ്. കാരണം അവർ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം മഹാലക്ഷ്മിയെ കണ്ണൻ ഉപേക്ഷിച്ചു, ഇപ്പോൾ ഇതാ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഇല്ലാതാകാൻ പോകുന്നു. അങ്ങനെ ഓർത്ത് എല്ലാവരും മതിമറന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. പിറ്റേന്ന് മഹാലക്ഷ്മിക്ക് കുഞ്ഞ് നഷ്ടമായി, അവൾ അലമുറയിട്ട് കരയാണ് എന്നുള്ള ഒരു വാർത്ത കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയാണ് കേട്ടോ അവർ. അപ്പോൾ കരുണ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ കണ്ണേട്ടൻ കൂടി നമ്മുടെ ഭാഗത്ത് ചേർന്നതോടുകൂടി ഇനി ഒന്നും പേടിക്കാനില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ കരുണ. പിറ്റേന്ന് അങ്ങനെ മോഹിനി പലഹാരവുമായിട്ട് പോകാൻ ഇറങ്ങുന്നു. അപ്പോൾ അവിടെ പ്രതാപനും മുത്തശ്ശിയും മുറ്റത്ത് നിൽപ്പുണ്ട്. മോഹിനി വരുന്നത് കാണുന്ന പ്രതാപൻ ചോദിക്കുന്നുണ്ട്, കണ്ണൻ എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ മോളെ പോലെ തന്നെ ജീവനായിരുന്നല്ലോ, നിൻ്റെ മരുമോനെ ജീവനോടെ കത്തിക്കുന്ന പ്രവൃത്തിയാണ് നിൻ്റെ മോള് ചെയ്തത്, എന്നിട്ടും നീ എന്താണ് നിൻ്റെ മോളെ കുറ്റപ്പെടുത്താത്തത്, അവളോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കുക പോലും ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോള് ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് എന്താ അമ്മയ്ക്ക് മോനും തൃപ്തിയായോ എന്ന് നല്ല മറുപടി തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് കരുണമോൾക്ക് കൊടുക്കാനുള്ള പലഹാരം അടുക്കളയിൽ അടച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവരെ നോക്കി ഗൂഢമായിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോഹിനി പോകുന്നത് കാണുമ്പോൾ ഇവളിനി കരഞ്ഞ് തളർന്നിട്ടായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത്. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സന്തോഷമല്ലേ അമ്മയെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂ, നമ്മുടെ മോളുടെ കുഞ്ഞ് പോയപ്പോൾ ഇവളും ഇവളുടെ മോളും കൂടിയിട്ട് സന്തോഷിച്ചിട്ടുണ്ടാകും, അതിന് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതികാരം തീർക്കണമെന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, വാ പ്രതാപ, നമുക്ക് അടുക്കളയിൽ പോയി ആ പലഹാരം എടുത്ത് കഴിക്കാം, കാര്യം നിൻ്റെ ഭാര്യയെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെങ്കിലും അവൾ ഉണ്ടാക്കുന്ന പലഹാരത്തിനൊക്കെ നല്ല രുചിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ അവർ അടുക്കളയിലെത്തി ആ പലഹാരം ആർത്തിയോടെ കഴിക്കുന്നുണ്ട്. ബാക്കി കരുണമോൾക്ക് കൊടുക്കാനായിട്ട്, കരുണയ്ക്കും ദുർഗയ്ക്കും കൊടുക്കാനായിട്ട് കമലേശ്വരത്തേക്ക് കൊണ്ടുപോകാനും അവർ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അവർ പ്രായമായതുകൊണ്ടും അതുപോലെ തന്നെ പല അസുഖങ്ങളുള്ളതായതുകൊണ്ട് തന്നെ ആരോഗ്യം ഒട്ടും ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ വിഷം ചേർത്ത ആ പലഹാരം ശരീരത്തിനുള്ളിൽ ചെന്ന് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടു പേർക്കും തീരെ വയ്യാതാവുന്നുണ്ട്. ഛർദിയും അതുപോലെ തന്നെ വയറ്റിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാകെ തളർന്നു പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരുടെയും നില വല്ലാതെ വഷളാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ ബോധം കെട്ട് വീണു പോവുകയാണ്.
അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയവരോട് മറഞ്ഞിരുന്നു കൊണ്ട് നല്ല തിരിച്ചടി തന്നെയാണ് കേട്ടോ കണ്ണൻ കൊടുക്കുന്നത്. പിന്നീട് പലഹാരവുമായിട്ട് മോഹിനി മഹിയെ കാണാനായിട്ട് എത്തുന്നു. അപ്പോൾ അവിടെ കണ്ണനും വന്നിട്ടുണ്ട്. എങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന അവരുടെ എന്ത് ക്രൂര മനസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി സങ്കടപ്പെടുമ്പോൾ, സാരമില്ലമ്മേ, എല്ലാം നമുക്ക് ദൈവം തന്നെ മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഇയാളെ പിരിഞ്ഞതിൻ്റെ വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും ഈ നാടകം നമുക്കിപ്പോൾ ഉപകാരമായിട്ടാണ് വന്നത്. ഇയാൾക്കും എൻ്റെ കുഞ്ഞിനും നേരെ ഉണ്ടാകുന്ന അപകടങ്ങൾ എനിക്ക് മുൻകൂട്ടി അറിയാനും നമ്മുടെ ശത്രുക്കൾ അതെന്നെ മുൻകൂട്ടി അറിയിക്കണം. അതിന് ഇതിലും നല്ലൊരു മാർഗം നമ്മുടെ മുന്നിൽ ഇല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മഹി പറയുന്നുണ്ട്, ആ വിഷപ്പാലഹാരം കഴിച്ച് കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അവസ്ഥ എന്തായിട്ടുണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ, നിരപരാധികളായ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ ഒരു മടിയില്ലാത്തവരാണ് തൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയും. അപ്പോൾ അതിൻ്റെ വേദന എന്താണെന്ന് അവരും ഒന്നും അറിയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അത് ശരിയാണെന്ന് അനന്തവും ലേഖയും പറയുന്നുണ്ട്. പിന്നീട് മേഘൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ആയതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വൈദ്യൻ പറയുന്നുണ്ട്, ഇനി താൻ ഇങ്ങനെ ഒടിവും ചതവുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാതിരുന്നാൽ തടി കേടാകാതെ കഴിയാം. അതല്ല, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ആര് ചെയ്താലും അതിനുള്ള ശിക്ഷ ദൈവം മുതലും പലിശയും ചേർത്ത് തന്നിരിക്കുമെന്നും തോമസ് വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ മേഘനോട്. പിന്നീട് അങ്ങനെ തൻ്റെ മുത്തശ്ശിക്കും അച്ഛനും സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ് കരുണ അലമുറയിട്ട് നിലവിളിക്കുകയാണ്. ലക്ഷ്മിക്ക് പകരം വിഷം കഴിച്ച പലഹാരം കഴിച്ചത് പ്രതാപനും മുത്തശ്ശിയാണെന്ന് അറിയുന്ന കരുണയും ദുർഗയ്ക്കും അതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അവളെ ഇല്ലാതാക്കാൻ നോക്കി. ആ ഒരു ദൈവം അവർക്ക് തന്നെയാണ്, ഇല്ലാതാക്കിയെന്നവർക്ക് തന്നെയാണല്ലോ ദൈവം തിരിച്ചടി കൊടുക്കുന്നത് എന്നാലോചിച്ച് രണ്ടുപേർക്കും സമനില തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ അവസ്ഥ കണ്ട് മനസ്സ് തുറന്നു ചിരിക്കുന്ന കണ്ണനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്